ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറാൻ ആവശ്യപ്പെടുമെന്ന് വിദേശകാര്യമന്ത്രി തൗഹീദ് ഹുസൈൻ. ഹസീന ക്രിമിനൽ നടപടി നേരിടുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശിന്റെ വാദം പൂർണ്ണമായി നിരാകരിക്കാൻ ഇന്ത്യക്കാകുമോ? 27 കൊലക്കേസ് ഉൾപ്പെടെ 33 കേസുകളാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഹസീനയെ കൈമാറാൻ ഇന്ത്യ നിർബന്ധിതമാകുമോ? ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയും കൈവിടും? കഴിഞ്ഞ ജൂലൈയിലാണ് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യം തന്നെ അട്ടിമറിച്ച സംവരണ വിരുദ്ധ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. രാജ്യത്തിന്റെ ഭരണതലവര തന്നെ മാറ്റിയ പ്രക്ഷോഭം. വിദ്യാർത്ഥികൾ തുടക്കമിട്ട പ്രതിഷേധ സമരം പിന്നീട് സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. ആദ്യം വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്ത പ്രതിഷേധ സമരം പിന്നീട് ഏറ്റുമുട്ടലിലേക്ക് കടന്നു. അപ്പോഴേക്കും കൈവിട്ടു പോയിരുന്നുവല്ല. 400-ലധികം പേരാണ് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത്. ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. ബംഗ്ലാദേശിൽ കർഫ്യൂ വരെ പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികളുടെ ആവശ്യം പോലെ സംവരണം വെട്ടിക്കുറച്ചു. രാജ്യത്ത് സമാധാന അന്തരീക്ഷം കൈവരുന്നു എന്ന് ആശ്വസിക്കുന്നതിനിടയിലാണ് പ്രക്ഷോഭം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടത്. ഒന്നും കെട്ടടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വിദ്യാർത്ഥികൾ തുടങ്ങിവെച്ച പ്രക്ഷോഭം പിന്നീട് ഹസീനയുടെ സർക്കാരിനെതിരെയുള്ള നേരിട്ടുള്ള പ്രക്ഷോഭമായി മാറി. പിന്നീട് അവിടെ അരങ്ങേറിയതെല്ലാം വളരെ നാടകീയമായ രംഗങ്ങൾ. ആഭ്യന്തര കലാപം രൂക്ഷമായ ബംഗ്ലാദേശിൽ ഭരണമേറ്റെടുത്ത സൈന്യം ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടു. ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോലും അവർക്ക് സമയം കിട്ടിയില്ല. രാജിക്കത്ത് നൽകിയ അവർ ആദ്യം എത്തിയത് ഇന്ത്യയിൽ. സഹോദരിക്കൊപ്പം UK പറക്കാനാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും നിയമപരിരക്ഷ നൽകാനാവില്ലെന്ന് UK അറിയിച്ചതിനാൽ ഇന്ത്യയിൽ തുടർന്നു. ഓഗസ്റ്റ് 5 മുതൽ ഇന്ത്യയിൽ തുടരുകയാണ് ഹസീന. അതേസമയം ബംഗ്ലാദേശിൽ പ്രതിഷേധക്കാരുടെ ആവശ്യാർത്ഥം നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ഷെയ്ഖ് ഹസീനയുടെ വിമർശകൻ, രാഷ്ട്രീയ എതിരാളി. യൂനുസിന്റെ ഗ്രാമീണ ബാങ്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ലോകത്തിന് തന്നെ മാതൃകയായപ്പോഴും അതിന്റെ നിശിത വിമർശിക്കുകയായിരുന്നു ഹസീന. ഓഗസ്റ്റ് 5 മുതൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറണമെന്ന ആവശ്യവുമായി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി രംഗത്ത് വരുന്നത്. അത് പക്ഷേ ഔദ്യോഗികപരമല്ല എന്നതിനാൽ കൂടുതൽ ചർച്ചയ്ക്ക് വഴിവെച്ചില്ല. അതിനിടെയാണ് ഇടക്കാല സർക്കാരിലെ വിദേശകാര്യമന്ത്രി തൗഹീദ് ഹുസൈൻ ഇതേ കാര്യം ഉന്നയിക്കുന്നത്. ഹസീനയുടെ രാജിക്ക് പിന്നാലെ അവർക്കെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും രാജ്യത്തെ ആഭ്യന്തര നിയമ മന്ത്രാലയങ്ങൾ ആവശ്യപ്പെട്ടാൽ ഇന്ത്യ ഹസീനയെ കൈമാറണമെന്നും അല്ലെങ്കിൽ അത് ഇന്ത്യയെ നയതന്ത്ര തലത്തിൽ നാണം കെടുത്തുന്നതായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇരു രാജ്യങ്ങളും തമ്മിൽ കുറ്റവാളി കൈമാറ്റ ഉടമ്പടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഷെയ്ഖ് ഹസീനയെ ഇന്ത്യക്ക് കൈമാറേണ്ടി വരില്ലേ എന്നതാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം. 2013 ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കുറ്റവാളി കൈമാറ്റ ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത്. അതനുസരിച്ച് ഇരു രാജ്യങ്ങളിലെയും കോടതി കുറ്റക്കാരനായി കണ്ടെത്തിയ അല്ലെങ്കിൽ കുറ്റാരോപിതനായ വ്യക്തികളെ രാജ്യങ്ങൾ പരസ്പരം കൈമാറണമെന്നതാണ് വ്യവസ്ഥ. കുറഞ്ഞത് 1 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായിരിക്കണം. സാമ്പത്തിക കുറ്റകൃത്യവും ഇതിൽ ഉൾപ്പെടുന്നു. എന്ന് മാത്രമല്ല, കുറ്റകൃത്യം 2 രാജ്യങ്ങളിലും ശിക്ഷാർഹവുമായിരിക്കണം. അതേസമയം രാഷ്ട്രീയ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളാണെങ്കിൽ കൈമാറൽ നിരസിക്കാമെന്നും ഉടമ്പടിയിൽ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും കൊലപാതകം, പീഡന കേസുകൾ, തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണെങ്കിൽ കൈമാറാമെന്ന വ്യവസ്ഥയും നിലവിലുണ്ട്. ഹസീനയുടെ നാടുവിടലിനു പിന്നാലെ കൊലക്കേസ് ഉൾപ്പെടെ നിരവധി കേസുകളാണ് അവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ, നീതിയുടെ താല്പര്യങ്ങൾ നല്ല വിശ്വാസത്തിലല്ല എന്നാണെങ്കിൽ ഹസീനയെ കൈമാറുന്നത് നിരസിക്കാൻ ഇന്ത്യക്ക് അവസരമുണ്ട്. പക്ഷെ അത് ബംഗ്ലാദേശുമായുള്ള ബന്ധത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം. തങ്ങളുടെ അയൽ രാജ്യവുമായുള്ള ആരോഗ്യകരമായ ബന്ധം ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമാണ്. ബംഗ്ലാദേശിനായുള്ള തന്ത്രപരവും സാമ്പത്തികവുമായ താല്പര്യങ്ങൾ സുരക്ഷിതമാക്കേണ്ടത് ഇന്ത്യയുടെയും ആവശ്യമാണ്. പക്ഷേ ഇന്ത്യയുടെ ദീർഘകാല സുഹൃത്തും സഖ്യകക്ഷിയുമായ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ കണ്ണും പൂട്ടിയൊരു നടപടിയെടുക്കാൻ ഇന്ത്യക്ക് സാധ്യവുമല്ല. മറ്റൊരു രാജ്യത്ത് രാഷ്ട്രീയ അഭയം ലഭിക്കുന്നതുവരെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തന്നെ തുടർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. UK, ഫിൻലൻഡ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളോട് രാഷ്ട്രീയ അഭയത്തിനായി സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകാൻ ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടാൽ അതിൽ ഇന്ത്യയുടെ പ്രതികരണം എന്തായിരിക്കുമെന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്.